ഹലോ എവരി വൺ. അപ്പോൾ ഇന്നൊരു മാർച്ച് 12 സൈജു കുറുപ്പിൻ്റെ ബർത്ത്ഡേ ആണ്. 2005 മയൂഗ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ലോകത്തേക്ക് വരുന്നത്. സോ ഇപ്പോൾ 2026 വരുമ്പോൾ നായകനായിട്ടും സഹനടനായിട്ടും പല പല ക്യാരക്ടേഴ്സിൽ കണ്ടു. 47 വയസ്സായി. അതായത് 21 വർഷമായി സിനിമയിൽ വന്നത്. 2005 മയൂഗ് റിലീസ് ആവണമെങ്കിലും 2004 ആ ഒരു സിനിമ തുടങ്ങുന്നത്. അന്ന് സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. എയർടെല്ലിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. MG ശ്രീകുമാറിന് കണക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി എയർടെൽ കണക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ ഇങ്ങനെ ഒരു പുതുമുഖ നായകനെ തേടുന്നു എന്ന് അറിഞ്ഞിട്ട് റെഫർ ചെയ്യണതും. അന്ന് സൈജു കുറുപ്പിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊന്ന് ഹരിഹരൻ്റെ പേര് കിട്ടിയിട്ടുണ്ട്, കണ്ടാലറിയില്ല. നേരെ വീട്ടിൽ കയറി ചെല്ലുന്നു. അപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഹരിഹരനെ കാണണം എന്ന് പറഞ്ഞു. അത് ഹരിഹരൻ തന്നെയായിരുന്നു. അത് അങ്ങനെയാണ് സിനിമയിലേക്ക് വരണത്. ഒരാളുടെ ജീവിതം മാറാന്ന് പറഞ്ഞത് മമതയുടെയും ഫസ്റ്റ് സിനിമയായിരുന്നു. പക്ഷെ ആ സമയത്തും ഈ പറഞ്ഞ പോലെ സൈജു കുറുപ്പിൻ്റെ തുടക്കാലത്തെ സിനിമയുടെ അടുത്ത മയൂകം കഴിഞ്ഞിട്ട് പിന്നെ ലയൺ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം, അതിൽ മരിക്കുന്ന റോളാണ്. പക്ഷെ നല്ല റോളായിരുന്നു. അത് കാവ്യയുടെ മറ്റേ അനീതിയുടെ കാമുകനായിട്ടിട്ട് പിന്നെ അതിലും ആ ഒരു ക്യാരക്ടർ. ആ സമയത്തും എനിക്ക് തോന്നുന്നു സൈജു കുറുപ്പ് ജോലിയാണ്. പിന്നെ ജോലി വിട്ടിട്ടാണ് ഈ പറയുന്ന അശ്വരൂഢൻ, ഹലോ, അങ്ങനെ ആ സമയത്ത് പിന്നെ കുറേ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നു. ഹീറോ ആയിട്ട് കുറേ സ്കെച്ച് പോലത്തെ സിനിമകൾ, സഹനടനായി വന്നു, ഹീറോ ആയിട്ട് വന്നു, പല പല ടൈപ്പ് വന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സൈജു കുറുപ്പിൻ്റെ ലുക്സ്, അന്ന് ശരിക്കും പറഞ്ഞാൽ സൈജു കുറുപ്പിനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് ഞാൻ വലിയ അഭിനയമൊന്നും അറിയില്ല, അതായത് ഡയലോഗ് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അന്ന് ഈ ലുക്സിൻ്റെ ആയിരിക്കാം. സൈജു കുറുപ്പിൻ്റെ കണ്ണുകൾ, അതെനിക്കൊണ്ട് ലാൽ ജോസ് മുല്ല എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ. അന്ന് പറഞ്ഞത് എൻ്റെ കണ്ണുകളാണ് ലാൽ ജോസ് സാറ് പറഞ്ഞത്. പക്ഷേ എനിക്കൊന്ന് അന്ന് കുറേ സിനിമകൾ വിളിച്ചിട്ടുണ്ട്, കുറേ സിനിമകൾ ചെയ്യാൻ പറ്റും. എനിക്കൊണ്ട് ചാന്തുപൊട്ടിലെ ഏതൊരു വേഷം, ചിലപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ആണോ എന്നറിയില്ല, അതിൽ ഏതൊരു റോള് വിളിച്ചു, ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെയും കൂടെ തന്നെ വേറെ എനിക്ക് തോന്നുന്നു 1-2 സിനിമകളൊക്കെ മോഹൻലാലിൻ്റെ വിളിച്ചിട്ട് അതിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അലിബായി പോലത്തെ സിനിമയിലൊക്കെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കൂടെ ഹലുവിൽ അഭിനയിച്ചു, പിന്നെ മമ്മൂട്ടിയുടെ കൂടെ പരുന്ത് അഭിനയിച്ചു. പക്ഷെ പിന്നെ നമുക്കറിയാം അങ്ങനെ വലിയൊരു ഗ്രോത്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വന്നില്ല. ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയി, കുറേ സിനിമകൾ ചെയ്യുന്നു, നായകനായിട്ട് സിനിമകൾ ചെയ്തിട്ട് അതൊക്കെ പരാജയപ്പെടുന്നു. അങ്ങനെ സിനിമ നിർത്തിയിട്ട് ഇനി വല്ല ജോലിക്ക് വിദേശത്ത് പോകാൻ നടക്കുന്ന സമയത്താണ് ട്രിവാൻഡ്രം ലോഡ്ജ് വരുന്നത്. കംബാക്ക്. എനിക്കൊരു ട്രിവാൻഡ്രം ലോഡ്ജിന് ശേഷം പിന്നെ സൈജു കുറുപ്പിനെ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സൈജു കുറുപ്പിന് സീരിയസ് ലൈക്ക് അത് പറ്റും, ഇപ്പോൾ ഇമോഷനും പറ്റും, പക്ഷെ ഫണ്ണി ചെയ്യുമ്പോൾ അതൊരു വേറൊരു. അന്ന് ഒരിക്കലും സൈജു കുറുപ്പ് അങ്ങനെ ഒരു ഫൺ ടൈപ്പ് ക്യാരക്ടർ ചെയ്യുന്ന ആരും വിചാരിക്കുന്നില്ല. കാരണം ട്രിവാൻഡ്രം ലോഡ്ജ് വന്നപ്പോൾ എല്ലാവരും ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് സൈജു കുറുപ്പ് ഞെട്ടിച്ചു എന്നാണ്. കാരണം അങ്ങനത്തെ റോള് സൈജു കുറുപ്പിനെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു സൈജു കുറുപ്പിൻ്റെ ഒരു കാലം തന്നെയാണ്. പിന്നെ ഒരിക്കലും അതിന് സിനിമയില്ലാതിരിക്കേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. ഫണ്ണി അല്ലെങ്കിൽ വിക്കഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഫേവറേറ്റ് ക്യാരക്ടറായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൽ ആ പൊളിറ്റീഷ്യൻ. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സൈജു കുറുപ്പിന് കുറച്ച് മാനറിസ് ഉണ്ട്, അതൊക്കെ നല്ല വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും കൂടെ, അതായത് പൃഥ്വിരാജിൻ്റെ കൂടെയും ദിലീപിൻ്റെ കൂടെ ജാക്ക് ഡാനിയൽ എന്ന് പറയുന്ന സിനിമ, ജാക്ക് ആൻഡ് ഡാനിയൽ, അതിൽ നല്ലൊരു ക്യാരക്ടർ. ദിലീപിൻ്റെ പോലീസ് ഓഫീസറാണ്, ദിലീപിനെ പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ്. പക്ഷെ നല്ല രസമായിട്ട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് എടുത്ത് പറയേണ്ട പ്രകാശൻ പറക്കട്ടെ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അത് അധികം ഇങ്ങനെ ഹിറ്റായ സിനിമയൊന്നുമില്ല. പക്ഷെ അതിൽ മാത്യുവിൻ്റെ അമ്മാവനായിട്ട് എന്താണ്, അതിൻ്റെ കുട്ടമ്മാമയോ അങ്ങനെ എന്തോ ആണത്. അതിൽ സൈജു കുറുപ്പിൻ്റെ ഓപ്പണിംഗ് സീൻ മുതൽ അവസാനം വരെ തമാശയാണ്. സൈജു കുറുപ്പ് സ്ക്രീനിൽ വന്നാൽ അതിൽ ഹ്യൂമർ ടു ഹ്യൂമർ തന്നെയാണ് സൈജു കുറുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് വെടി വഴിപാട്. അങ്ങനെ ആ സിനിമ അത് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അഡൾട്ട് കോമഡിയൊക്കെ ഉള്ള സിനിമയാണ്. പക്ഷേ അതിൽ സൈജു കുറുപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയുക പൂണ്ട് വിളയാടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സൈജു കുറുപ്പ് എന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതേ സമയത്ത് തന്നെയാണ് 83 പോലത്തെ സിനിമയിൽ വേറൊരു തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്തു. ഇതിനിടയ്ക്ക് സൈജു കുറുപ്പ് പണ്ട് ട്രിവാൻഡ്രം ലോഡ്ജിന് മുമ്പ് ഒരു സിനിമയൊക്കെ എനിക്കൊന്ന് സൈജു കുറുപ്പ് ഡയറക്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് ചെയ്തു, മൈ ഫാൻ രാമു എന്ന് പറഞ്ഞൊരു സിനിമ. എനിക്കൊന്ന് അതിൽ നിഖിലാണ് ഡയറക്റ്റ് ചെയ്തിരുന്നത്, സൈജു എഴുതി, ഇത് രാജീവ് പിള്ളയും സൈജു കുറുപ്പൊക്കെ അഭിനയിച്ചു. അതൊക്കെ ഫ്ലോപ്പ് ആയപ്പോഴാണ് വിദേശത്ത് പോകാനൊക്കെ നിന്നിരുന്നത്. അപ്പോഴാണ് ട്രിവാൻഡ്രം ലോഡ്ജ് വരണതും അനുപമേനോനൊരു എന്താ പറയുക ഒരു റീ എൻട്രി, ഒരു കംബാക്ക് കൊടുക്കണതും. പിന്നെ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഇവരുടെ അറക്കൽ അബുവിൻ്റെ കംബാക്കാണ്. സൈജു കുറുപ്പിൻ്റെ ഒരു എന്താ പറയുക നോട്ടബിൾ ക്യാരക്ടറാണ് അറക്കൽ അബു. ലൈക്ക് അതിൻ്റെ BGM-ഉം പുള്ളിയുടെ ആ വോയിസ് മോഡുലേഷനും ആ കോമഡിയാണ്. പക്ഷേ സീരിയസ് നമുക്കിപ്പോൾ ആട് ഫസ്റ്റ് കാണുമ്പോൾ അത്രയും സീരിയസ് ആയി നിന്ന ആൾ പിന്നെ ഒരു കോമഡിയിലോട്ട് സ്വിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഈസിലി ആ ഒരു ക്യാരക്ടർ പിടിച്ചെടുത്താൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. എനിക്ക്
അപ്പോൾ നേരത്തെ പറഞ്ഞ വൺ ഓഫ് ദി നോട്ടബിൾ ക്യാരക്ടർ പ്ലസ് എൻ്റെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറാണ് അറക്കലാബു. കാരണം ഇപ്പോഴാണെങ്കിൽ സൈജു കുറുപ്പ് കൂടുതൽ ഹീറോ സെൻട്രിക് റോൾ സിനിമ. അപ്പോൾ സൈജു കുറുപ്പ് തന്നെ എടുക്കുക ഒരിക്കൽ എനിക്കൊണ്ട് പ്രേം പാറ്റ എന്ന് പറഞ്ഞൊരു സിനിമ, അതിലൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്. സൈജു കുറുപ്പ് മമതയും ഒരുമിച്ച് കുറേ നാളുകൾക്ക് അഭിനയിക്കുന്നു. അവർ ഐഡന്റിറ്റി എല്ലാം തോന്നുന്നു അവസാനം ചെയ്തത് 2019-20 കാലഘട്ടങ്ങളിൽ. പിന്നെ പുള്ളിക്ക് ഹീറോ ആയിട്ട് വന്നപ്പോൾ പുള്ളിക്ക് വേറൊരു പേര് വന്നു, ദരിദ്രം സ്റ്റാർ. അല്ല, അതിന് തമാശയായിട്ട് പറഞ്ഞു കടം സ്റ്റാർ. അതായത് മറ്റേ നമ്മുടെ മാളികപ്പുറത്തില് ഒരു ഹീറോ പോലെ തന്നെയാണല്ലോ മാളികപ്പുറത്തില്. എല്ലാ ഹീറോ ആയി വരുന്നതിലൊക്കെ പുള്ളി കടക്കാരനാണ്, അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് പിന്നെ കഷ്ടപ്പെടുന്ന ആള്, അങ്ങനെ ഒരു ക്യാരക്ടർ കൂടുതൽ. പിന്നെ സൈജു കുറുപ്പ് പറഞ്ഞത് ഹീറോ ആയിട്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നു, എനിക്കാണെങ്കിൽ ക്യാരക്ടറുള്ള ആൾ തരുന്നില്ല, എന്നാൽ ഹീറോ ആയിട്ട് വലിയ ബ്ലോക്ക് ബസ്റ്ററും കിട്ടുന്നില്ല. ഇവിടെ പറഞ്ഞ ഹീറോ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നും ഇല്ല, എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോഴാണ് ഈ പ്രേം പാറ്റ എന്ന് പറയുന്ന ഒരു സിനിമ, അതിപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭരതനാട്യം സൈജു കുറുപ്പ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, തിയേറ്ററിൽ അത് പരാജയപ്പെട്ടു, സൈജു കുറുപ്പിന് ഭയങ്കര വിഷമമായി. പക്ഷേ ഒട്ടിയിട്ടില്ല, സിനിമ വന്നിട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ എൻ്റെ രണ്ടാം ഭാഗം. എനിക്ക് തോന്നുന്നു 2 പ്രധാന സിനിമകളാണ് ഇപ്പോൾ സൈജു കുറുപ്പിൻ്റെ, ഒന്ന് ആട് 3 പിന്നെ മോഹിനിയാട്ടം. ഇത് രണ്ടിലും എനിക്ക് തോന്നുന്നു അത് രണ്ടിൻ്റെയും വിജയം അനുസരിച്ചിട്ട് ആയിരിക്കും സൈജു കുറുപ്പിൻ്റെ ഇനിയുള്ള ഒരു ജേണി. പ്രത്യേകിച്ച് മോഹിനിയാട്ടം ഇനി ഒരു ഹിറ്റായാൽ ഒരു സോളോ ഹീറോ എന്ന രീതിയിൽ സൈജു കുറുപ്പിന് കുറച്ചും കൂടി മാർക്കറ്റ് വാല്യൂ കൂടുന്നു തോന്നുന്നു. പിന്നെ സൈജു കുറുപ്പിന്റെ റൊമാൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് അഭിലാഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതില് നല്ല ആ ഒരു റൊമാൻറ്റിക് സൈഡ്, ഒരു എന്താ പറയുക, ലവ് ഫെയിലിയർ പ്ലസ് റൊമാൻറ്റിക് 90s കിഡ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൂടെ തമിഴിൽ പണ്ട് സൈജു കുറുപ്പ് നായകനായിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലിക്കായിട്ടില്ല. അത് എനിക്കൂടെ ഇറങ്ങിയൊന്നുമില്ല, ലണ്ടനിലൊക്കെ ഷൂട്ട് ചെയ്ത്. ഞാൻ പടത്തിൻ്റെ പേര് 2008 ആ സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദി ഭഗവാൻ സിനിമയിൽ അതിൽ എനിക്ക് തോന്നുന്നു ഒരു വില്ലൻ ടൈപ്പ് ഓഫ് ക്യാരക്ടർ തന്നെയാണ് തോന്നുന്നു. പിന്നെ ആ ലുക്ക് ഉണ്ടല്ലോ സൈജു കുറുപ്പിന്, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക്, ആ ഒരു കണ്ണ് ആകെ വെച്ച് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യും. എനിക്കൊണ്ട് ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. ലൈക്ക് എനിക്കൊന്ന് കംബാക്കിന് ശേഷം ഒരിടക്ക് മിക്ക മൂവീസിലും സൈജു കുറുപ്പിൻ്റെ എവിടെയെങ്കിലൊക്കെ ഒരു ക്യാരക്ടർ കാണാൻ പറ്റും. ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര നോട്ട് ചെയ്യാനും പറ്റും. ഇമോഷനും ഫൈറ്റ് അധികം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, കുറവാണ്. പക്ഷെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പണ്ട് സ്കെച്ച് എന്ന് പറഞ്ഞ സിനിമയൊക്കെ, പക്ഷെ അതൊന്നും അന്ന് വിജയമല്ല. ഈ പറഞ്ഞ സൈജു കുറുപ്പ് അന്ന് അഭിനയം പഠിച്ചു വരുന്നൊരു സമയമൊക്കെ ആയിരുന്നു. ശരിക്കും ഇനി വേണമെങ്കിൽ നല്ലൊരു ആക്ഷൻ ഒരു റോളൊക്കെ വേണമെങ്കിൽ ചെയ്യാം, അത്യാവശ്യം നല്ല ഫൈറ്റൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നു. എന്തായാലും നമുക്കിപ്പോൾ ആട് 3 മോഹിനിയാട്ടം അത് രണ്ടും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവർ ഓഡിയൻസ് നിങ്ങളുടെ പ്രിയപ്പെട്ട സൈജു കുറുപ്പിൻ്റെ കഥ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിൽ 100ഓളം സിനിമകളുണ്ട്, അതിലൊരു 8-10 സിനിമകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ബാക്കി ഇവർ ഓഡിയൻസ് പറയട്ടെ. അതുപോലെ സൈജു കുറുപ്പിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, സോ ഞങ്ങളുടെ വക വിഷ് ചെയ്യുന്നു, ഹാപ്പി ബർത്ത്ഡേ.